എല്ലാവർക്കും കേരള ഫുഡ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സാമ്പാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സാമ്പാറിലേക്കുള്ള പരിപ്പ് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി 1/2 കപ്പ് തുവരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം 1 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കാം. പരിപ്പ് 1 മണിക്കൂർ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഡ്രെയിൻ ചെയ്തെടുക്കാം. പരിപ്പ് വേവിച്ചെടുക്കാനായിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 4-5 വിസിൽ വരുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. ഓരോരുത്തരുടെ കയ്യിലിരിക്കുന്ന പരിപ്പിൻ്റെ ടൈപ്പ് അനുസരിച്ച് കുക്ക് ചെയ്തെടുക്കുക. പരിപ്പ് നല്ലതുപോലെ വെന്ത് കിട്ടണം. ഇതിൻ്റെ മുകളിലേക്ക് ഒരു 4-5 തുള്ളി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ പരിപ്പ് പുറത്തേക്ക് തൂകി പോകാതിരിക്കും. സാമ്പാറിലേക്ക് നമ്മൾ ചേർക്കുന്നത് വാളൻപുളിയാണ്. അപ്പോൾ വാളൻപുളി നമുക്കൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഞാൻ വലിയൊരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള ഒരു ഉണ്ട പുളി എടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ കയ്യിലിരിക്കുന്ന പുളി ടൈപ്പ് വ്യത്യാസം ഉണ്ടായിരിക്കും. ചില പുളിക്ക് നല്ല പുളിരസം ഉണ്ടാവും, ചിലതിന് കുറവായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് സോക്ക് ചെയ്യാനിടാം. ഇത് മുഴുവൻ നമുക്ക് ആവശ്യമായിട്ടൊന്നും വരില്ല. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് 1/2 മണിക്കൂർ വയ്ക്കാം. അതിനുശേഷം നമുക്ക് പിഴിഞ്ഞ് അരിച്ചെടുക്കാം. സാമ്പാറിനുള്ള വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തെടുക്കാം. എപ്പോഴും സാമ്പാർ ഉണ്ടാക്കുമ്പോൾ വളരെ കുറച്ച് കഷ്ണങ്ങൾ ഉപയോഗിച്ച് സാമ്പാർ ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ ഇത്രയും വെജിറ്റബിൾസാണ് എടുത്തിരിക്കുന്നത്. ചെറിയൊരു കഷ്ണം മത്തങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം കുമ്പളങ്ങ, ഒരു പൊട്ടറ്റോയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. കഷ്ണങ്ങൾ കൂടിപ്പോകരുത്, കുറച്ച് കഷ്ണങ്ങൾ എടുക്കാവുള്ളൂ. ഒരു ഏത്തക്കായയുടെ പകുതി, മുരിങ്ങക്കോൽ ഒരെണ്ണം തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഇത് നടുവിലൂടെ ഒന്നുകൂടി പിളർന്നിട്ട് വേണമെങ്കിലും ചേർക്കാം. 10 ചെറിയ ഉള്ളി, വലുതാണെങ്കിൽ 2ആയി മുറിച്ച് ചേർക്കാം, ചെറുതാണെങ്കിൽ ഇതുപോലെ തന്നെ ചേർത്താൽ മതി. ഒരു കത്രിക്ക, പിന്നെ 4 അച്ചിങ്ങാപ്പയറും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് വെണ്ടയ്ക്കയാണ്. 3 വെണ്ടയ്ക്ക ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെണ്ടയ്ക്ക നമ്മൾ സാമ്പാറിൻ്റെ ബാക്കി കഷ്ണങ്ങളുടെ കൂടെ ഇട്ട് വേവിക്കില്ല. ഇത് സെപ്പറേറ്റ് ആയിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടാണ് ചേർക്കുന്നത്. ഒന്നിച്ച് ചേർത്താൽ ഇത് കുഴഞ്ഞു പോകും. പിന്നെ ചെറിയൊരു തക്കാളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും വെജിറ്റബിൾസാണ് ഞാൻ എടുക്കുന്നത്. എപ്പോഴും ശ്രദ്ധിക്കുക, കഷ്ണങ്ങൾ ഒരുപാട് കൂടി പോകരുത്. സാമ്പാറിൻ്റെ അളവും കൂടിപ്പോവും, സാമ്പാറിന് ടേസ്റ്റും ഉണ്ടാവില്ല. കുറച്ച് കഷ്ണങ്ങൾ ചേർത്ത് സാമ്പാർ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. സാമ്പാറിനുള്ള കഷ്ണങ്ങൾ കുറച്ച് വലുപ്പത്തിലാണ് കട്ട് ചെയ്യേണ്ടത്. ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറുതായിട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുഴഞ്ഞു പോകും. ഇതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. ഇനി ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്ത് ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരുപാടങ്ങ് മൂപ്പിച്ച് കരിച്ച് കളയരുത്. പൊടികളൊക്കെ നല്ലപോലെ ചൂടായി നല്ലൊരു സ്മെല്ലൊക്കെ വരും. കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആവും. അതുവരെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാൻ മറക്കരുത്. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. പൊടികളൊക്കെ റോസ്റ്റ് ആയതിൻ്റെ ഒരു നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇത്രയും മതി. നമുക്കിനി ഇത് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് വയ്ക്കാം. ഇതിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടടിച്ചിട്ട് ഇത് കരിഞ്ഞു പോകും. പരിപ്പ് 4 വിസിൽ വന്നതിന് ശേഷം തീയൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രഷറൊക്കെ പോയി നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പരിപ്പൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. തക്കാളിയും വെണ്ടയ്ക്കയും ഇപ്പോൾ ചേർക്കണ്ട, ബാക്കി കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് 2 പച്ചമുളകും കൂടെ ഒന്ന് കീറി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം കായം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കൂട്ടുപെരുങ്കായമാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു വലുപ്പത്തിലുള്ള കഷ്ണം ചേർത്ത് കൊടുത്താൽ മതി. കൂടുതൽ ചേർക്കരുത്, കൂടുതൽ ചേർത്താൽ കയ്പുണ്ടാവും. ഇനി ഇതൊന്ന് ചൂടാക്കിയിട്ട് വേണം നമുക്ക് ചേർത്ത് കൊടുക്കാൻ. നിങ്ങളുടെ കയ്യിൽ കട്ടിക്കായം ഇല്ലെങ്കിൽ, കായത്തിൻ്റെ പൊടിയാണുള്ളതെങ്കിൽ 1 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. കായം ചൂടാക്കിയെടുക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ വളരെ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. ഇനി ഇതിലേക്ക് എണ്ണ ചൂടാകുമ്പോൾ കായം ചേർത്ത് കൊടുക്കാം. ഒന്ന് ചൂടാക്കിയെടുക്കാം. കായമൊന്ന് നല്ലതുപോലെ ചൂടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് കഷ്ണങ്ങളുടെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ പരിപ്പ് വേവിച്ചപ്പം 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിരുന്നു. ഇപ്പോൾ 1 ടീസ്പൂണും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നോക്കിയിട്ട് നമുക്ക് അവസാനം വീണ്ടും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുക്കർ അടച്ച് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം.
സാമ്പാറിലിടാനുള്ള വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ വെണ്ടയ്ക്ക വഴറ്റിയെടുത്തിട്ടുണ്ട്. നമുക്ക് മാറ്റി വയ്ക്കാം. വെജിറ്റബിൾസ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു വിസിൽ വന്നപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പ്രഷറൊക്കെ പോയി. ഒരു വിസിലേ വേവിക്കാൻ പാടുള്ളൂ. കാരണം നമ്മളിനി വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ ചേർത്തിട്ട് ഇത് 4-5 മിനിറ്റ് വീണ്ടും തിളപ്പിച്ചെടുക്കും. അപ്പോൾ ആദ്യം തന്നെ വെജിറ്റബിൾസൊക്കെ ഒരുപാട് വെന്ത് പോയിട്ടുണ്ടെങ്കിൽ അവസാനം സാമ്പാർ ആകെ അങ്ങ് കുഴഞ്ഞു പോകും. ഇനി ഇതിലേക്ക് വഴറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർക്കാം. അതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് ഫുൾ ഒറ്റയടിക്ക് അങ്ങ് ഒഴിക്കരുത്. കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ചിലർക്ക് പുളി കൂടുതലുള്ള സാമ്പാറായിരിക്കും ഇഷ്ടം, ചിലർക്ക് പുളി കുറഞ്ഞ സാമ്പാറായിരിക്കും ഇഷ്ടം. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വീണ്ടും ഒഴിക്കാം. ഇപ്പോൾ ഇച്ചിരി പുളി കുറവാണ്, ഞാൻ കുറച്ചും കൂടെ ഒഴിക്കുന്നുണ്ട്. ഇത്രയും മതിയാവും. ഫുള്ളായിട്ട് ഒഴിച്ചിട്ടില്ല കേട്ടോ. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ എൻ്റെ പാകത്തിന് പുളിയായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ചെറിയൊരു കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കാം. ചെറിയൊരു കഷ്ണം മതി, ഒരുപാട് ചേർക്കണ്ട. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു കുറച്ച് ഉപ്പ് കുറവാണ്, അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് 4-5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. വെള്ളത്തിൻ്റെ അളവ് കുറവാന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിന് 4-5 മിനിറ്റും കൂടി നമ്മൾ തിളപ്പിക്കാനുള്ളതാണ്. അപ്പോൾ കുറച്ചുകൂടി വെള്ളം വറ്റും. ഞാൻ 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്, പച്ചവെള്ളം ഒഴിക്കരുത്. അപ്പോൾ സാമ്പാർ നല്ലതുപോലെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ഒരു 4-5 മിനിറ്റ് നല്ലതുപോലെ തിളയ്ക്കണം. എന്നാലാണ് നമ്മൾ ചേർത്തിരിക്കുന്ന പുളിവെള്ളത്തിൻ്റെയൊക്കെ പച്ച ടേസ്റ്റ് മാറുള്ളൂ. ഇപ്പോൾ 5 മിനിറ്റ് നല്ലതുപോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ലൂസായിട്ടായിരിക്കുന്നതെങ്കിലും തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് തിക്കാവും. അപ്പോൾ ഇത്രയും മതി. നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് താളിച്ച് ചേർക്കാം. താളിച്ച് ചേർക്കാനായിട്ട് ഒരു ചെറിയ പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോഴേക്കും ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. സാമ്പാറിലൊക്കെ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിച്ച് ചെയ്യുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. എണ്ണ ചൂടാകുമ്പോഴേക്കും ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോഴേക്കും 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയും മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 വറ്റൽമുളക് ഒന്ന് മുറിച്ച് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 3 വലിയ അല്ലി വെളുത്തുള്ളി നല്ലതുപോലെ വാഷ് ചെയ്ത ശേഷം തൊലിയോടുകൂടി ചതച്ചെടുത്തിരിക്കുന്നതാണ്. ഇത് ചേർത്ത് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇങ്ങനെ ചേർക്കുമ്പോൾ സാമ്പാറിന് നല്ലൊരു ടേസ്റ്റാണ്. വെളുത്തുള്ളി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സാമ്പാർ പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. 2 നുള്ള് കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തീ ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. ഈ എണ്ണയുടെ ചൂട് കൊണ്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. കായത്തിൻ്റെ പൊടി സാമ്പാറിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ കൈപ്പരസമായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ 2 നുള്ളൊരു മണത്തിന് വേണ്ടി ചേർത്തിട്ടേ ഉള്ളൂ. ഇനി ഇത് ഈ എണ്ണയുടെ ചൂടും കൊണ്ട് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിത് കറിയിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ ഇതിവിടെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് സാമ്പാറിലേക്ക് ഒഴിക്കാം. ഇനി ഇതിലേക്ക് 1 നുള്ളു ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉലുവ വറുത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയില ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഞാൻ കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത ശേഷം 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. അടച്ചു വയ്ക്കുമ്പോൾ കുക്കറിൻ്റെ വെയിറ്റ് വെക്കാതെ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി. വെയിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ കഷ്ണങ്ങൾ വെന്ത് പോകും. ഇപ്പോൾ സാമ്പാറൊക്കെ ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് വന്നിട്ടുണ്ട്. സാമ്പാറൊക്കെ എപ്പോഴും വെച്ച് അന്നേരം തന്നെ ഉപയോഗിക്കാതെ ഒരു 5-6 മണിക്കൂർ ഇരുന്നതിന് ശേഷം ഉപയോഗിക്കുക. അന്നേരം നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.